நாளைக்கு நம்ம பொருள் எல்லாம் வாங்க போலாமா? നീ എപ്പോഴത്തെ പോലെ അടുക്കള കയറി കൂടെ കൂടുള്ള പാചകം അങ്ങ് നിർത്തണം. ഗ്യാസ് തീർന്നാലേ കിട്ടാൻ വലിയ പാടാ. ஆமா, அப்படின்னா நம்ம விறகடுப்பு செட் பண்ணலாமா? അത് നമുക്ക് ആലോചിക്കാം. ഹല അടുക്കള ജോലിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ മക്കളെ. உனக்கு ஏதாவது வேணுமா? എനിക്ക് ഒരു സാധനം വേണം, പക്ഷെ അത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. கட்டன் சாய் தானே? இங்க கொடு, நான் வைக்கிறேன். ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. വേണോ സിദ്ധു? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നേ, ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മൂമ്മോ, അമ്മൂമ്മ കഴിഞ്ഞ ദിവസമേ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അതെന്തായി? എന്റെ പൊന്നു മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പോകാൻ സമയം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അമ്പലത്തിൽ പോയിരിക്കുക, അങ്ങനെയാണോ നടന്നതോ? എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായ മക്കളെ, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? എന്റെ അമ്മൂമ്മ ഇവിടെ പിള്ളേരാരാ? ലച്ചുവോ, കേശുവോ, അമ്മായിയോ? പാറൂസിന്റെ കാര്യമാണെങ്കിൽ ഓക്കെ, പാറു ചെറുതാണ്, പക്ഷെ പാറുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഇത്ര പേര് ഇവിടെ ഇല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിലേ ശരിയാവത്തില്ല മക്കളെ. എന്റെ അമ്മൂമ്മ അതൊക്കെ അമ്മയുടെ തോന്നലാ. ഇപ്പൊ അമ്മൂമ്മയുടെ കണ്ണൊന്ന് തെറ്റിയാലും ഒരു കുഴപ്പമില്ല, സംഭവിക്കേണ്ടത് സംഭവിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും എന്നാലും ഇല്ല അമ്മൂമ്മ. അമ്മൂമ്മ കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ട് ജീവിക്കേ. ഇത്രയും കാലം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ജീവിക്കാം അമ്മൂമ്മ. അതൊന്നും വേണ്ട മക്കളെ. ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്നതാണ് അമ്മൂമ്മയുടെ കുഴപ്പം. അതൊക്കെ എന്റെ കൂട്ടുകാരന്റെ അമ്മൂമ്മ എന്ത് ചെയ്യാന്നറിയാവോ? അവരിപ്പോ എന്താ ചെയ്യാൻ പറഞ്ഞത് അറിയാവോ? എവറസ്റ്റ് കയറാൻ പോവാ. ഇന്ത്യയിൽ എന്താ കുഴപ്പം? എന്റെ ആന്റി മൈൻഡ് സെറ്റ് വേണം, മനസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അമ്മൂമ്മോ, നമ്മൾ ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടേ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ മുന്നോട്ടും, പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഇച്ചിരിയൊക്കെ സമയം കണ്ടെത്തണം. എന്റെ ഒരു അഭിപ്രായത്തിൽ അമ്മൂമ്മയുടെയും കനകാരിയുടെയും ടൈമാണ്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ മക്കളെ, കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കാന്ന് പറയുന്നേ. സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെ, പക്ഷെ ഇച്ചിരിയൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മുമ്പ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയില്ലയോ? അത് നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ അമ്മുമ്മ വന്നത്. അമ്മുമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സിനിമയ്ക്ക് പോയിട്ട് എത്ര നാളായി കാണും? അതിപ്പോ ഒരുപാട് നാളായി. കനകാന്റിയോ? அதுக்கு தலைவர் படமோ தளபதி படமோ வரணும்ல. ശരി, ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് എത്ര നാളായി കാണും? അത് ആലോചിക്കണ്ട, എനിക്കറിയാം കുറെ നാളായെന്നുള്ള കാര്യം. നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ സമയം കളയും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ പഠിക്കണം. ഒരു കാര്യം ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഓക്കെ? കട്ട ചായ റെഡി. എനിക്ക് അരിപ്പ ഒന്ന് എടുത്തു തരൂ. ഓക്കെ, അപ്പം പറയട്ടെ. அம்மா, சித்து வந்து ரொம்ப கருத்தான விஷயம் சொல்லிட்டு போனால. സിദ്ധു പറഞ്ഞതിലും കാര്യമുണ്ടല്ലയോ? കനകം. ஆமா, നീ ഇതുവരെ റെഡി ആയില്ലയോ? நான் எப்பவே ரெடி அம்மா. എങ്ങോട്ടാ രണ്ടുപേരും? ഞങ്ങൾ ഒരിടം വരെ പോന്നു. അതല്ലേ ചോദിച്ചാ എങ്ങോട്ടാന്ന്? അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ആഹാ, രണ്ടുപേരും കൂടെ എങ്ങോട്ടോട്? അതാ ഞാൻ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നേ, പക്ഷെ അമ്മൂമ്മ ഭയങ്കര മോട, പറയുന്നില്ല. എങ്ങോട്ടോ ചേച്ചി? நாங்க പറയണ്ട. ചേടാ, ഇതിന് മാത്രം കലിപ്പിടം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതെ, പറയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളോട് പറയും. ഞങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. അതിപ്പോ എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ ഇത്രയും പ്രായമായില്ലേ അമ്മൂമ്മ, സ്വന്തം കാര്യം സ്വയം നോക്കണം. സ്വന്തമായിട്ട് തന്നെയാ നോക്കുന്നത്, അല്ലാതെ വേറെ ആരും നോക്കാനില്ല. ലച്ചു, രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി വല്ല അമ്പലത്തിൽ പോണതായിരിക്കും. ഇപ്രായത്തിൽ ഞങ്ങൾക്ക് അമ്പലത്തിലല്ലേ പോകാൻ സ്ഥലമുള്ളൂ, വേറെ ഒന്നും പോകാൻ സ്ഥലം ഇല്ലല്ലോ. അല്ലാതെ പിന്നെ വേറെ എങ്ങോട്ട് അമ്മൂമ്മക്ക് പോണ്ടേ? അത് തന്നെ, ഈ പ്രായമായവർക്ക് ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അമ്പലം. അതെന്താ നമ്മ അങ്ങനെ? അമ്പലത്തിൽ എല്ലാ പ്രായക്കാർക്കും പോവാലോ. அதே மாதிரி இன்னைக்கு நாங்க ஒண்ணுமே சமைக்கலப்பா. വൈ വൈ വേണമെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണം. അത് ലച്ചു ഉണ്ടായിക്കോളും. ലച്ചു ആണെങ്കിൽ രാവിലെ ഒരു പറയായിരുന്നു.
അല്ല നമ്മൾ ഒരുമിച്ചുണ്ടാക്കും. ആട്ടെ, പോയിട്ട് എപ്പോ വരും? അതെ, നിങ്ങൾ പോന്നിടത്തും വരുന്നിടത്തും ഒക്കെ എപ്പോ പോവും എപ്പോ വരും എന്ന് വല്ലോ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പോ പോന്നു, തോന്നുമ്പം വരുന്നു, അങ്ങനല്ലയോ? ശരിയാ. വഴക്കുണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടാ. എങ്ങോട്ടാന്ന് വെച്ചാൽ രണ്ടുപേരും പോയിക്കോ, സേഫ് ആയിട്ട് തിരിച്ചു വന്നാ മതി. ബൈ ബൈ. എന്നാ പിന്നെ നമുക്ക് പോവാം. താങ്ക് യു. പോയിട്ട് വരാം. നാളെ എങ്ങോട്ടായിരിക്കും രണ്ടുപേരും കൂടെ? എടേ, ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരുവുള്ളൂ. നല്ല വിശക്കുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാം വാ. നമുക്ക് മുട്ട റോസ്റ്റും ബ്രെഡും പിടിച്ചാലോ? അത് വേണം, അത് വിളിച്ചു വാ. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്തിനാ? ആന്റിനെ ഞാൻ വിളിച്ചാൽ എടുക്കൂലല്ലോ. ലച്ചൂസ്, ഇതാരെ വിളിക്കണേ? വേറെ ആര്? അമ്മൂമ്മനെ അങ്ങനെ ആന്റീന്. അവര് പുറത്തെങ്ങാണ്ട് പോയതല്ലേ? അതെ, എങ്ങോട്ടാ പോയെന്ന് പറയാൻ പാടില്ല. അവരാണെങ്കിൽ കാണുന്നുമില്ല. അമ്മൂമ്മയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ആന്റിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. എടാ, അമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ? അതിന് അമ്മൂമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ കനകേച്ചിയെ വിളിച്ച്, കനകേച്ചി ഫോൺ കണക്ട് ആവണല്ലോ. അതെ, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരിങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നേ. അല്ല, എന്നാലും എങ്ങോട്ടാ പോയെന്നൊന്നും അറിയാതെ നമുക്കിങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും. പടവലത്തേക്ക് എഴുതാനും വെക്കാണോ? പടവലത്തൊന്നും പോയിട്ടില്ല. ഞാൻ ഉമേഷാനെ വിളിച്ചു ചോദിച്ചു. വരുന്നു ചായ മീസ് ഇരട്ടകള്. കഴിഞ്ഞോ ഊരുതണ്ടല്? കഴിഞ്ഞില്ലെങ്കിൽ അല്ല, കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നേ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, അമ്മൂമ്മയുടെ കൂടെ നടന്ന് നടന്ന് കനകാന്റി വരെ വഴി തെറ്റി. അത് അവള് സഹിച്ചു. എന്തായാലുവേ നിന്റെ കൂടെ നടന്ന് എന്റെ മരുമോള് വഴി തെറ്റേണ്ട അത്രയാവത്തില്ല. എന്തായാലും അത് കറക്റ്റ്. അല്ല, രണ്ടാളും കൂടെ എങ്ങോട്ട് പോയതാ? അതൊക്കെ ഉണ്ട്. അതെ, ഇനി എവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണം. മനുഷ്യന് ഇവിടുന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഫോൺ വിളിച്ചെടുക്കണം. ഈ ഫോൺ തന്നേക്കുന്ന എന്തിനാ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനാ? അതെ, ലച്ചു പറഞ്ഞത് പോയിന്റ് ആണ്. ബിപിയും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. ആർക്ക്? ഫോണിനോ? അല്ല, പ്രായമായി വരാടേ, എപ്പം വേണമെങ്കിലും വരാം. ഇതൊക്കെ என்ன கௌரி இது அப்படி ஒரு பேச்சு? அம்மா வந்து ரொம்ப ஹெல்த்தி. തെണ്ടി തിരിഞ്ഞ് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്ക്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ വേണ്ട, ഞങ്ങൾ കഴിച്ചു. കനകം, come on. രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. சித்து ரொம்ப தேங்க்ஸ்பா. ആന്റി എന്താ നിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം? എന്തായാലും രണ്ടുപേരും കൂടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. വല്ല ഭജനയ്ക്കും പോയതായിരിക്കും. ഭജനയ്ക്ക് പോയ ഭക്തി മൂടൊന്നും അല്ല മുഖത്ത്, ഏതോ പാർട്ടിക്ക് പോയ മൂടുണ്ട്. அம்மா 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 വരുന്നോ? சீக்கிரம் வாங்க, நான் ரெடி ஆயிட்டேன். அழகான சாரி. அம்மா, போன் உள்ளுக்குள்ள வச்சுக்கலாமா? വെച്ചു വെച്ചു. പിന്നെ പോവാം. போலாம். ആഹാ, ഇന്നുണ്ടോ സർക്കിട്ട്? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പുറത്തേക്കായിരിക്കും. അല്ല, അകത്തേക്കാ. നിങ്ങൾ പോണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞിട്ട് പോണം എവിടെ പോണെന്ന്. ഞങ്ങളൊന്ന് പുറത്തു പോകുന്നു. അതാ ചോദിച്ചത് എങ്ങോട്ടാ പോകുന്നേന്ന്. நாங்க வெளியில போறோம். ഒന്നും ചോദിച്ചില്ല, പോയിട്ട് വരും. ഹാപ്പി ജേർണി. താങ്ക് യു. ഇന്നും പുറത്തുനിന്നായിരിക്കുമല്ലോ അല്ലേ ഭക്ഷണമൊക്കെ കഴിക്കുന്നേ? തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ പോയിക്കോട്ടെ. ആ, പിന്നെന്താ. അമ്മായിയേ, അവരെങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസ്? എനിക്കൊരു ഐഡിയ കിട്ടണല്ലോ എന്നെ ലച്ചു. പോയാലും എങ്ങോട്ട്? അല്ല, അവരെങ്ങോട്ടാ പോയെന്ന് അറിയണ്ടേ? അവരുടെ പുറകെ പോവാന്ന്.
അതിന് അവരെ നമ്മൾ വിളിച്ചില്ലല്ലോ. അതിന് വിളിക്കണേ എന്തിനാ? അവരെങ്ങോട്ട് പോയിന്ന് നമുക്ക് അറിയണ്ട. അവരറിയാതെ നമുക്ക് അവരുടെ ഫോളോ ചെയ്തു പോകും. അത് മോശമല്ലേ? എന്തോന്ന് മോശം. അമ്മയ്ക്ക് റെഡി ആവണം. എനിക്ക് തോന്നി. എനിക്ക് തോന്നിയെന്നാ ബാബു. എന്നാ പോ. ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. எல்லாமே ரெடி. சூப்பரா போயிட்டு வரலாம். இப்படி தானே போனோம். അങ്ങോട്ട് அங்க அது இங்கோட்டா